24 സ്ത്രീയാണ് പ്രേക്ഷകർ കാണുന്നത്. ഇന്ന് ദേശീയ ബാലികാ ദിനമാണ്. സമകാലീന സാഹചര്യത്തിൽ ഏറെ പ്രസക്തമായ ഒരു ദിവസം. ഇന്നത്തെ ദിവസത്തെ അർത്ഥവത്താക്കുന്ന ഒരു അതിഥി ഇന്ന് 24 സ്ത്രീയിൽ എത്തിയിട്ടുണ്ട്. റഷ്യയിൽ നടന്ന ലോക പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻ വിഭാഗത്തിൽ സ്വർണ്ണ മെഡലടക്കം നേട്ടങ്ങളുടെ ഒരു വലിയ നിര തന്നെ സ്വന്തമാക്കിയ മത്സ്യ ബാനു. ഒപ്പം മറ്റൊരു അതിഥിയും നമുക്കൊപ്പം ഇന്നുണ്ട്. ഇതിനോടകം തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ തരംഗമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ചാരുലത എന്ന മ്യൂസിക് വീഡിയോ. സത്യജിത് റേയുടെ വിഖ്യാതമായ ചാരുലതയെ അടിസ്ഥാനമാക്കി നിർമ്മിച്ച വീഡിയോ ആണിത്. ഇതിന്റെ സംവിധായക ശ്രുതി നമ്പൂതിരിയാണ് നമുക്കൊപ്പം എത്തിയിട്ടുള്ള മറ്റൊരു അതിഥി. ആദ്യം റിപ്പോർട്ട് കാണാം. ശ്രുതി നമ്പൂതിരിയാണ് നമ്മുടെ ആദ്യത്തെ അതിഥി. സ്വാഗതം ശ്രുതി 24 സ്ത്രീയിലേക്ക്. ഈ ചാരുലത എന്ന് പറയുമ്പോൾ തീർച്ചയായും അത് വളരെ നൊസ്റ്റാൾജിക്കാണ്. അതിനെക്കുറിച്ച് കേൾക്കാത്തതോ അത് കാണാത്തതോ ആയ ചുരുക്കം ആളുകളെ കാണൂ. അത്രയ്ക്ക് വേൾഡ് ക്ലാസിക് എന്ന അറിയപ്പെടുന്ന ആ ഗണത്തിൽപ്പെടുന്നൊരു ചിത്രം. അപ്പം അതിൽ കൈവയ്ക്കാൻ തോന്നിയത് എന്തുകൊണ്ടാണ്? എന്താണ് ഈ ചാരുലതയെ അടിസ്ഥാനമാക്കി അങ്ങനെ ഒരു മ്യൂസിക് വീഡിയോ ചെയ്യണം എന്ന് തോന്നിയത് എന്തുകൊണ്ടാണ്? സത്യം പറഞ്ഞാൽ ചാരുലതയിൽ കൈവയ്ക്കാൻ നല്ല പേടിയുണ്ടായിരുന്നു. എൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് ഫിലിംസ് തന്നെയാണ് ചാരുലത. റേയുടെ മിക്കവാറും എല്ലാ സിനിമകളും കണ്ടിട്ടുണ്ട്. അതിൽ ഏത് കാലഘട്ടത്തിലും പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റാണ് ചാരുലത എന്ന് പറയുന്ന ഫിലിമിൻ്റേതെന്ന് എപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു മാജിക് റീക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിനോട് ഞാൻ നീതി പുലർത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അത് പ്രേക്ഷകർ പറയേണ്ട കാര്യമാണ്. എന്നാലും ആക്ച്വലി ഈ ചാരുലതയിലേക്ക് എത്തുന്നതിന് പുറകിലൊരു കഥയുണ്ട്. അല്ല, അതിനോട് നീതി പുലർത്തി എന്നുകൊണ്ട് തന്നെയാണ് എൻ്റെ ഇടയിൽ കയറി പറയട്ടെ, ഈ സത്യജിത് റേ പുരസ്കാരം തന്നെ അതിന് കിട്ടിയിരിക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ വലിയ അംഗീകാരം എന്താണ് ലഭിക്കാനുള്ളത്? വളരെ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും സത്യജിത് റേയുടെ പേരിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു അവാർഡ് കിട്ടിയതിൽ. അത് സത്യം പറഞ്ഞാൽ ഞാൻ മാത്രമല്ല, ഒരുപാട് പേർക്ക് അത് കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്ക് കിട്ടിയത് മികച്ച മ്യൂസിക് വീഡിയോയുടെ വിഭാഗത്തിലാണ്. മികച്ച മ്യൂസിക് വീഡിയോ ആയിട്ടാണ് ചാരുലത തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. അതിലാണ് ഞങ്ങൾക്ക് കിട്ടിയത്. പക്ഷെ ഞാൻ മാത്രമല്ല, അതിൽ ഷോർട്ട് ഫിക്ഷൻ വിഭാഗത്തിൽ കിട്ടിയവരുണ്ട്, പിന്നെ ഡോക്യുമെൻ്ററി വിഭാഗത്തിൽ കിട്ടിയവരുണ്ട്. അത് സ്റ്റേറ്റ് കൾച്ചറൽ മിനിസ്ട്രിയും അതുപോലെ തന്നെ ചലച്ചിത്ര അക്കാദമിയും സത്യജിത് റേ ഫിലിം സൊസൈറ്റിയും കൂടെ ചേർന്ന് നൽകുന്ന ഒരു അവാർഡാണ് അത്. ആ ഒരു പേരിൽ, റേയുടെ പേരിലുള്ള അവാർഡ് തന്നെ കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ ആളുകൾ അത് അംഗീകരിച്ചാലും തീർച്ചയായും അത് വലിയൊരു ഹിറ്റായിട്ട് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ കാണുന്നുണ്ട് ആ മ്യൂസിക് വീഡിയോ. ഇത് ഞാനൊരു സംശയം ചോദിച്ചിട്ടുണ്ട്, ഇത് മ്യൂസിക് വീഡിയോ എന്നാണോ അതോ ഒരു ഷോർട്ട് ഫിലിം എന്നാണോ? ഈ രണ്ട് കാറ്റഗറിയിലും ഇതിനെ കാണുന്നുണ്ട്, അതുകൊണ്ടാണ് ആ സംശയം. ഈ സംശയം എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. ഞാനിതിനെ ഒരു മ്യൂസിക്കൽ ഫിക്ഷൻ എന്ന് വിളിക്കാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം സൃഷ്ടി എന്ന് തന്നെയാണോ ഇതിനെ നമ്മൾ അറിയേണ്ടത്? കാരണം ഇപ്പൊ നമുക്കറിയാം ആ ചാരുലതയുടെ ആ കഥ എന്താണെന്ന് നമുക്കൊക്കെ അറിയാം. അപ്പൊ ഇത് കണ്ടു നോക്കുമ്പോൾ അത് പഴയ കാലത്ത് ഒരു 19-ാം നൂറ്റാണ്ടിന്റെ അവസാന കാലഘട്ടമൊക്കെയാണ്. ഇവിടെ ഇത് ഏതാണ്ട് 70കളിലും പിന്നെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടവും ഒക്കെയാണുള്ളത്. അപ്പൊ ഇതിനെ ഒന്നുകൂടി ഒന്ന് പുനഃസൃഷ്ടിച്ചിരിക്കുകയാണോ ചെയ്തിരിക്കുന്നത്? ഈ ചാരുലത, സത്യജിത് റേയുടെ ചാരുലതയെ ഒന്ന് പുനഃസൃഷ്ടിച്ചിരിക്കുകയാണോ ചെയ്തിരിക്കുന്നത്? ഇതിനെ ഞങ്ങളുടെ ഒരു ആഖ്യാനം എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇത് ഒരു പുനരാഖ്യാനം, ഒരു പുനർവായനയാണ്. അതായത് പുനഃസൃഷ്ടി എന്ന് വിളിക്കാൻ കഴിയുമോ എന്ന് അറിയില്ല. കാരണം റേയുടെ ചാരുലത നടക്കുന്നത് തീർച്ചയായും അനുജ പറഞ്ഞതുപോലെ ഒരു 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനങ്ങളിലാണ്. ആ ഒരു കാലഘട്ടം പുനഃസൃഷ്ടിക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായിട്ടുള്ള ഒരു ടാസ്ക്. പറയുമ്പോൾ അതിലൊരു പ്രണയം, വിരഹം, ഇതൊക്കെ ആ അടിസ്ഥാന ഭാവങ്ങളൊക്കെ ഇതിലും വളരെ നന്നായിട്ട് ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ നമ്മളതിൻ്റെ ഒരു ആ കാസ്റ്റിങ്ങിലേക്കും മറ്റും വന്നാൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഇപ്പം ഈ ഹരിനാരായണൻ, അതുപോലെ ബിജി പാല്, ഇവരൊക്കെയാണ് അതിൽ ശരിക്കും അവരതിന് ഇണങ്ങുന്നതായി നമുക്ക് ഇത് കണ്ടു കഴിയുമ്പോൾ തോന്നുകയും ചെയ്യും. ഇവരിലേക്കൊക്കെ എങ്ങനെയാണ് എത്തിയത്? അതുപോലെ പാർവതി മേനോൻ, ഈ 3 പേരെയും പരിചയം. കുസൃതി ചോദ്യമാണോ എന്ന് എനിക്കറിയില്ല. ഞാനത് നേരിട്ട് ശ്രുതിയോട് ചോദിക്കുകയാണ്. ശ്രുതിക്ക് തന്നെ ചാരുലതയായിട്ട് അഭിനയിക്കാമായിരുന്നു. കാരണം എനിക്കിപ്പോൾ ഇതിൽ പാർവതി മേനോനെ നോക്കുമ്പോൾ എനിക്ക് ശ്രുതിയെ പോലെ തന്നെ തോന്നുകയാണ്. എന്തിനാണ് മറ്റൊരാളെ അതിലേക്ക് വേണ്ടി തിരഞ്ഞെടുത്തത് എന്നുള്ളത് എൻ്റെ ഒരു സംശയമാണത്. ആക്ച്വലി ഞാൻ ക്യാമറയ്ക്ക് മുൻപിൽ നിൽക്കാൻ ഇഷ്ടപ്പെടുന്ന ആളേ അല്ല. ഞാൻ വളരെ ക്യാമറ ഷൈ ആണ്. പിന്നെ ഒന്നാമത് എനിക്ക് ഒരു സംവിധായിക എന്നുള്ള നിലയ്ക്ക് എന്നെ തന്നെ ക്യാമറയുടെ മുൻപിൽ കാണുമ്പോൾ എനിക്ക് തീരെ ഇഷ്ടമല്ല. ഐ ഡോണ്ട് ലുക്ക് ഗുഡ് ഇൻ ഫ്രണ്ട് ഓഫ് ക്യാമറ. ക്യാമറയുടെ പുറകിൽ നിൽക്കാനാണ് എനിക്ക് താല്പര്യം. പക്ഷേ ആ കഥാപാത്രത്തിനെ തിരഞ്ഞെടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഒരു ഓൾട്ടർ ഈഗോ അതിനകത്ത് വർക്ക് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മളുടെ
സ്വഭാവം, നമ്മുടെ ശരീരഘടന, നമ്മുടേതായ ഒരു ആത്മാംശം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അത് കഥാപാത്രത്തിനകത്ത് ഉണ്ടാവണമെന്ന് നമ്മൾ ആഗ്രഹിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഒരുപക്ഷെ അതുകൊണ്ടൊക്കെ ആയിരിക്കാം പാർവതിയിലേക്ക് എത്തിയത്. ആളുകൾ ചോദിക്കാറുണ്ട്, നിങ്ങൾ തമ്മിൽ എന്തൊക്കെയോ സാമ്യമുണ്ട് എന്ന് പറയുന്നവരുണ്ട്. പക്ഷേ പാർവതി എന്നേക്കാളൊക്കെ ഒരുപാട് സുന്ദരിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ക്യാമറയുടെ മുന്നിൽ വരുമ്പോൾ ഷീ ഈസ് വെരി പ്രിറ്റി. ആൻഡ് അവർ തന്നെയായിരുന്നു തീർച്ചയായും ചാരുലതയ്ക്ക് ഐഡിയൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. ഇപ്പൊ ഈ ബാലെ എന്നുള്ള മ്യൂസിക് വീഡിയോ അതും ഇതുപോലെ തന്നെ വളരെ ഹിറ്റായി മാറിയ ഒന്നാണ്. അപ്പൊ അതും ഇതും എല്ലാം ഒരു സംഗീതവും നൃത്തവും ഒക്കെ അതിലുമുണ്ട്, ഇപ്പൊ ഈ ചാരുലതയിലുമുണ്ട്. ഈ സംഗീതം നൃത്തം എന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നു ശ്രുതിക്ക് അത് ചെറുപ്പം മുതലേ അതിങ്ങനെ മനസ്സിലും ഒക്കെ കൊണ്ട് നടക്കുന്ന ഒന്നാണോ? എല്ലാം ഈ നൃത്തവും സംഗീതവും ഒക്കെ ആയിട്ട് വളരെ കണക്റ്റഡ് ആയിട്ട് ഏതെങ്കിലും ചില രാഗം അതിലൊരു ഭാഗമായി മാറുന്നു, അങ്ങനെയൊക്കെയുള്ള അതൊക്കെ എന്തുകൊണ്ടാണ് അങ്ങനെ? ഞാൻ സത്യം പറഞ്ഞാൽ സംഗീതമായാലും നൃത്തമായാലും എനിക്ക് അങ്ങനെ ഒരു നല്ലൊരു വിദ്യാഭ്യാസമൊന്നും ഇതിനകത്ത് ഉണ്ടായിട്ടില്ല, ഒരു നല്ല ട്രെയിനിങ് ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ വളരെ കുറച്ച് മാത്രമാണ് ഇത് രണ്ടും പഠിച്ചിട്ടുള്ളത്. പക്ഷേ നല്ല ഒരു ആസ്വാദകയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച്, നൃത്തത്തെക്കുറിച്ചായാലും സംഗീതത്തെക്കുറിച്ചായാലും ധാരാളം വായിക്കുകയും അത് ധാരാളം കാണുകയും കേൾക്കുകയും പഠിക്കുകയും ചെയ്യാറുണ്ട്. ഒരു അക്കാഡമിക്കലി അതിനെ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുമായിട്ട് ഈ രാഗങ്ങളുമായിട്ടായാലും അതുപോലെ തന്നെ നൃത്തത്തിൻ്റെ വിവിധ സ്കൂളുകൾ, ചിന്താ ശാഖകളുമായിട്ടായാലും ചിലതിനോട് പ്രത്യേകം ഒരു മമത തോന്നാറുണ്ട്, അടുപ്പം തോന്നാറുണ്ട്. അപ്പോൾ അതിനെ കൃത്യമായിട്ട് ഫോളോ ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം എപ്പോഴും അങ്ങനെ ഒരു ചിന്തയിലേക്ക് മനസ്സ് പോകുന്നത്. ഒരു പ്രൊഡക്ഷനെ പറ്റി ചിന്തിക്കുമ്പോൾ അതിൽ നൃത്തം, സംഗീതം, അങ്ങനെ സർഗാത്മകമായിട്ടുള്ള പലതും കടന്നു വരുന്നത് അതുകൊണ്ടായിരിക്കാം. ഈ ബാല എന്ന് പറയുന്ന ഒരു വുമൺഹുഡിന്റെ സെലിബ്രേഷൻ കൂടിയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒപ്പം ഇതിന്റെ ഒരു സംവിധാനം എന്നുള്ളതല്ലാതെ ഇതിന്റെ ലിറിക്സും ശ്രുതിയുടെ തന്നെയാണ് അല്ലേ, ഈ ചാരുലതയുടെ. അപ്പൊ അങ്ങനെ ഒരു കഴിവുമുണ്ട്. കഴിവാണോ എന്ന് ചോദിച്ചാൽ അറിയില്ല. നമ്മൾ തന്നെ നമ്മളുടെ സൃഷ്ടിക്ക് വേണ്ടി എഴുതുമ്പോൾ അതിനൊരു പ്രത്യേക, ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ആത്മാംശം അതിനകത്ത് വരുമല്ലോ. അതുപോലെ മറ്റ് ഡോക്യുമെന്ററികൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും അങ്ങനെ പല ഡോക്യുമെന്ററികളുടെയും പണിപ്പുരയിലാണ്. ഇനിയിപ്പോ എങ്ങനെയാണ് സിനിമ സംവിധാന രംഗത്തേക്ക് അങ്ങനെയൊക്കെ ഒരു മോഹം ഉണ്ടോ മനസ്സിൽ? മോഹമുണ്ട്, സ്ക്രിപ്റ്റിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ഒന്നും അങ്ങോട്ട് എത്തിയിട്ടില്ല. പതുക്കെ എത്തുമെന്നുള്ളൊരു പണിപ്പുരയിൽ നിന്നൊക്കെ വേഗം പുറത്തെത്തട്ടെ എന്ന് ആശംസിക്കുകയാണ്. വളരെ നന്ദി ശ്രുതി, ഇത്രയും സമയം നമുക്കൊപ്പം ചെലവഴിച്ചത്. ശ്രുതി തിരക്കിലായിരുന്നു. തൃശ്ശൂരിൽ നിന്ന് ഈ പരിപാടിക്ക് വേണ്ടി പങ്കെടുക്കാൻ വേണ്ടി എറണാകുളത്തേക്ക് എത്തുകയായിരുന്നു. ഒരിക്കൽ കൂടി വളരെ നന്ദി. ഇനിയും മുന്നോട്ടുള്ള എല്ലാ പ്രോജക്റ്റുകളിലും നല്ലതുണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. നന്ദി. താങ്ക് യു. സ്ത്രീ പുരുഷ തുല്യത നീതിയെക്കുറിച്ചും പെൺകുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾക്കെതിരായ പ്രതിരോധങ്ങളെക്കുറിച്ചും ഇന്ന് ചർച്ചകൾ സജീവമാണ്, പണ്ടത്തേക്കാൾ കൂടുതൽ. ഇന്ന് ലോക ബാലികാ ദിനം. പവർ ലിഫ്റ്റിംഗിൽ ചരിത്രം കുറിക്കുകയാണ് മജ്സിയ ഭാനു എന്ന കോഴിക്കോട്ടുകാരി. റഷ്യയിൽ നടന്ന ലോക പവർ ലിഫ്റ്റിംഗ് വനിതാ വിഭാഗത്തിൽ സ്വർണ്ണ മെഡൽ അടക്കം നേട്ടങ്ങളുടെ ഒരു നിര തന്നെ ഈ 23-കാരി സ്വന്തമാക്കി. റിപ്പോർട്ട്. കോഴിക്കോട് ജില്ലയിലെ ഓർക്കാട്ടേരി സ്വദേശി അബ്ദുൾ മജീദിന്റെയും റസിയയുടെയും മകൾ മജ്സിയ ഇന്ത്യയുടെ സ്ട്രോങ് വിമൺ ആണെങ്കിൽ മാതാപിതാക്കൾക്ക് പ്രതീക്ഷയും അഭിമാനവുമാണ്. മജ്സിയന്റെ സ്വപ്നങ്ങൾക്കൊന്നും ഞങ്ങൾ തടസ്സമായിട്ട് നിന്നിട്ടില്ല. അവൾക്ക് എന്തൊക്കെ ആവാൻ കഴിയും അതിനെല്ലാം ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത് നിന്നിട്ടേ ഉള്ളൂ. അവളെ പേരിൽ അറിയപ്പെടുന്നത് തന്നെ ഞങ്ങൾക്കിപ്പം ഭയങ്കര ഭാഗ്യമായിട്ടാണ് തോന്നുന്നത്. പവർ ലിഫ്റ്റിംഗിലും വെയ്റ്റ് ലിഫ്റ്റിംഗിലും പഞ്ചഗുസ്തിയിലും മികവ് തെളിയിച്ച ഈ കടത്തനാട്ടുകാരി ഇന്ത്യയുടെ ഭാവി ഒളിമ്പിക് സ്വപ്നമാണ്. ഇനി അവളുടെ ലക്ഷ്യം ഒളിമ്പിക്സിൽ പങ്കെടുക്കുക എന്നുള്ളതാണ്. അവൾക്ക് ആരെല്ലാം ഫ്രണ്ട്സ് ആയിട്ടുണ്ട്, ഇപ്പോൾ അവൾ കോച്ച് ആൾക്കാരും എല്ലാവരും അവൾക്കിപ്പോൾ സപ്പോർട്ടാണ്. ലോകമറിയുന്ന കായിക താരമാവുക എന്നതിനപ്പുറം മകൾ ഉത്തരവാദിത്തമുള്ള ഡോക്ടർ ആവണമെന്നും ഈ മാതാവ് ആഗ്രഹിക്കുന്നു. എൻ്റെ ഒരു ആഗ്രഹമാണ് അവൾ നല്ലൊരു ഡോക്ടറായി മാറണമെന്ന്. അത് തീർച്ചയായും ഒരു വർഷത്തിനുള്ളിലുള്ള നല്ലൊരു ഡോക്ടറായിട്ട് വരും. പ്രതിസന്ധികൾ ഒരുപാടായിരുന്നു മജ്സിയയുടെ യാത്രയിൽ. ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്, ഇപ്പോഴും ഞാൻ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലായാലും കിതാബിലെ പെണ്ണ് അല്ലെങ്കിൽ തണ്ണിമത്തൻ ആ ഒരു ഇഷ്യൂ, അങ്ങനെ നമ്മളൊരു പോസ്റ്റ് വരുമ്പോഴേക്കും അത് മറ്റ് ഇഷ്യൂസുമായിട്ട് റിലേറ്റഡ് ആയി അവരൊരു വിവാദം അല്ലെങ്കിൽ ഞാൻ ഒരു അത്ലറ്റാണ്, ഞാൻ ഇന്ത്യക്ക് വേണ്ടിയാണ് മെഡൽ കൊണ്ടുവന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ കാണാതെ ആളുകൾ അതൊരു വേറൊരു ആംഗിളിലേക്ക് ആക്കി അല്ലെങ്കിൽ ഒരു മതപരമായ ആംഗിളിലേക്ക് മാറ്റുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഹിജാബ് ധരിച്ച പവർ ലിഫ്റ്റർ,
ഉണ്ണിയാർച്ചയുടെ പിന്തുടർച്ചക്കാരി എന്നിങ്ങനെ വിശേഷണങ്ങൾ ഒരുപാടുള്ള മത്സ്യ വരും തലമുറയ്ക്ക് പ്രചോദനവും മാതൃകയുമാണ്. 24 കോഴിക്കോട്. മത്സ്യ ബാനു ഇന്ന് 24 സ്ത്രീയിൽ അതിഥിയായുണ്ട്. സ്വാഗതം മത്സ്യ. ഈ ഡോക്ടറാക്കുക എന്നത് മാതാപിതാക്കളുടെ ഒരു ആഗ്രഹമാണ്. അതുപോലെ തന്നെ BDS പഠിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് മത്സ്യ. അപ്പോൾ ഇത് ശരിക്കും എങ്ങനെയാണ് ഈ കായിക രംഗത്തേക്ക് കടന്നു വരണം എന്നുള്ളത് പണ്ട് മുതലേ അല്ലെങ്കിൽ കുട്ടിക്കാലം മുതലേ ഉള്ളൊരു ആഗ്രഹമാണ്. അതും ഒപ്പം കൊണ്ടു നടക്കുകയായിരുന്നു മത്സ്യ. കായിക രംഗത്ത് വളരെ എൻ്റെ ചെറുപ്പം മുതലേ വളരെ ഇഷ്ടമായിരുന്നു കായികപരമായി മുന്നോട്ട് വരിക, കലാപരമായി എല്ലാ ആക്ടിവിറ്റീസിലും ഞാൻ വളരെ ആക്റ്റീവായിരുന്നു. പക്ഷേ ഈ ഒരു പവർ ലിഫ്റ്റിംഗ് ഐഡിയ വന്നതാണ് ഒരു 2 years മുമ്പ്. അപ്പോൾ ഈ പവർ ലിഫ്റ്റിംഗ് 2 years മുമ്പ് വന്നു എന്ന് പറയുമ്പോൾ മുൻപ് ചെറിയ പ്രായത്തിലൊക്കെ സ്കൂളുകളിലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ മറ്റ് ഐറ്റങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് എന്നാണോ? അല്ല, അത്ലറ്റിക്സ് തന്നെയായിരുന്നു മെയിൻ. പിന്നെ എനിക്ക് കൂടുതലായിട്ട് ഇൻട്രസ്റ്റ് തോന്നിയൊരു ഫീൽഡ് ബോക്സിംഗ് ആണ്. ഞാൻ ചേർന്നതും ബോക്സിങ്ങിനാണ്. പിന്നീട് ബോക്സിംഗ് സാറിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഞാൻ പവർ ലിഫ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിനോടൊപ്പം തന്നെ എനിക്ക് ഒരു പ്രത്യേക ഒരു ഐഡിയ തോന്നിയത് നമ്മൾ എന്തുകൊണ്ട് ഒരു സ്പോർട്സിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യണം, എന്തുകൊണ്ട് നമുക്ക് മൾട്ടിപ്പിളായി ചിന്തിച്ചു കൂടാന്നുള്ള ഐഡിയ ആണ് ഞാൻ പിന്നെ ഫിറ്റ്നസ് മോഡലിങ്ങിനും അതുപോലെ തന്നെ ആം റെസ്ലിങ്ങിനും പങ്കെടുക്കാൻ കാരണമായത്. പക്ഷേ അതിലും എനിക്ക് മികച്ച വിജയം തന്നെ നേടാൻ പറ്റിയിട്ടുണ്ട്. മിസ് കേരള ആവാൻ പറ്റി, അതുപോലെ തന്നെ വേൾഡിൽ ഇന്ത്യനെ റെപ്രസെൻ്റ് ചെയ്തിട്ട് തുർക്കിയിൽ പോകാൻ പറ്റി. അപ്പോൾ അതൊക്കെ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതുപോലെ ഒരു കരിയറിൽ ആഡ് ചെയ്യാൻ പറ്റിയൊരു നേട്ടങ്ങൾ തന്നെയാണ് അതൊക്കെ തീർച്ചയായും. അതുകൊണ്ട് വളരെ അഭിമാനമുണ്ട്. ഈ റഷ്യയിൽ നടന്ന വേൾഡ് ചാമ്പ്യൻഷിപ്പ് എന്ന് പറയുന്ന ഏറ്റവും ഒടുവിലത്തേതാണ്. അപ്പോൾ അതിനു മുൻപും ധാരാളം പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്, ദേശീയ തലത്തിലും അതുപോലെ സംസ്ഥാന തലത്തിലും അന്തർദേശീയ തലത്തിലും ഒക്കെ. അതൊക്കെ ഏതൊക്കെയായിരുന്നു? നിരവധി നേട്ടങ്ങൾ കിട്ടിയിട്ടുണ്ട്. നാഷണലിൽ ഒരുപാട് മെഡലുണ്ട്, അതുപോലെ സ്റ്റേറ്റിലുണ്ട്. കേരള സ്റ്റേറ്റിൻ്റെ 3 തവണത്തെ സ്ട്രോങ് വുമൺ ഓഫ് കേരളയാണ്. അതുപോലെ കോഴിക്കോടിൻ്റെ സ്ട്രോങ് വുമൺ 3 തവണയായിട്ടാണ്. അതുപോലെ ഇപ്പോൾ വേൾഡിൻ്റെ നമ്പർ 1 ബെസ്റ്റ് ലിഫ്റ്റർ ഓഫ് ദ ഇയർ ആവാൻ പറ്റി. അപ്പോൾ വേൾഡ് ചാമ്പ്യൻ ആവാൻ പറ്റി. പുതിയ സ്കോട്ടിൽ 10 kg ഡിഫറൻസിൽ പുതിയ വേൾഡ് റെക്കോർഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരുപാട് അഭിമാനിക്കാൻ പറ്റുന്ന സംഭവം തന്നെയാണ്. അപ്പോൾ എനിക്ക് അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയിപ്പോൾ നെക്സ്റ്റ് ഇയർ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു നെക്സ്റ്റ് ചാമ്പ്യൻഷിപ്പ് എന്ന് പറയുമ്പോൾ എൻ്റെ തന്നെ റെക്കോർഡ് തിരുത്തുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ വളരെ സന്തോഷമുണ്ട്. റഷ്യയിലേക്കുള്ള പോക്ക് തീർച്ചയായിട്ടും അത് ഒരു വേൾഡ് ചാമ്പ്യൻഷിപ്പാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഈ മെഡൽ നേടും, ഞാൻ ഈ മെഡൽ നേടിയെടുക്കും എന്നുള്ള വലിയ ആത്മവിശ്വാസത്തോടെ തന്നെയാണോ ഇവിടുന്ന് യാത്ര തിരിച്ചത്? റഷ്യയിൽ നടന്ന മത്സരം എന്ന് പറയുമ്പോൾ ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഈ ഒരു ഫീൽഡിൽ ഇങ്ങനെ സർവൈവ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ സ്പോൺസർഷിപ്പിൻ്റെ ഇഷ്യൂസും ഉണ്ടായിരുന്നു. സ്റ്റിൽ ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ഒരു സ്ട്രെങ്ത്, എന്തോ ഒരു ശക്തി കൂടെ ഉള്ളതിൻ്റെ ഒരു ബലത്തിലാണ് ഞാൻ മുന്നോട്ടേക്ക് എൻ്റെ യാത്ര ചെയ്തത്. ഇവിടെ ഇപ്പോൾ ജിമ്മിലായാലും അതുപോലെ വേറെ ഇപ്പോൾ ഷെഡ്യൂളിൻ്റെ കാര്യത്തിലായാലും എല്ലാവരും എന്നെ നല്ല വിധത്തിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും നല്ല രീതിയിൽ തന്നെ എന്നെ ഫിനാൻഷ്യലായാലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെയും ഒരു കൂട്ടമായ ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ ചാമ്പ്യൻഷിപ്പ് പങ്കെടുത്തത്. പോകുമ്പോൾ തന്നെ എനിക്ക് മെഡലിൻ്റെ കാര്യത്തിൽ ഏകദേശം ഒരു ഉറപ്പുണ്ടായിരുന്നു. പക്ഷെ അതൊരു ഗോൾഡ് ആവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഗോൾഡ് വന്നു, അതുപോലെ തന്നെ ബെസ്റ്റ് ലിഫ്റ്റർ അവാർഡും കിട്ടി. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ ഒരു ചാമ്പ്യൻഷിപ്പ് എനിക്ക് എൻ്റെ ബെസ്റ്റ് തന്നെ പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഈ ഒരു സ്ത്രീ പവർ ലിഫ്റ്റർ എന്നതിനേക്കാൾ ഉപരി ഒരു തട്ടമിട്ട പവർ ലിഫ്റ്റർ എന്ന് പറയുമ്പോൾ അതിന് അപൂർവത കൂടുതലാണ്. അപ്പോൾ ഒപ്പം തന്നെ ഒരു സമുദായത്തിൽ നിന്ന് തീർച്ചയായും നമ്മൾക്കറിയാം വളരെ കൺസർവേറ്റീവ് ആയിട്ടുള്ള സമുദായം. അപ്പോൾ അവരിൽ നിന്നൊക്കെ ഒരുപാട് എതിർപ്പുകളൊക്കെ നേരിടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വലിയ വെല്ലുവിളിയൊക്കെ നേരിട്ടാണോ ഇപ്പോൾ ഇതുവരെ മത്സ്യ എത്തിയിരിക്കുന്നത്? തീർച്ചയായും ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്, ഇപ്പോഴും ഞാൻ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലായാലും കിതാബിലെ പെണ്ണ് അല്ലെങ്കിൽ തണ്ണിമത്തൻ ആ ഒരു ഇഷ്യൂ, അങ്ങനെ നമ്മളൊരു പോസ്റ്റ് വരുമ്പോഴേക്കും അത് മറ്റ് ഇഷ്യൂസുമായിട്ട് റിലേറ്റഡായി അവരൊരു വിവാദം അല്ലെങ്കിൽ ഞാൻ ഒരു അത്ലറ്റാണ്, ഞാൻ ഇന്ത്യക്ക് വേണ്ടിയാണ് മെഡൽ കൊണ്ടുവന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ കാണാതെ ആളുകൾ അതൊരു വേറൊരു ആംഗിളിലേക്ക് ആക്കി അല്ലെങ്കിൽ ഒരു മതപരമായ ആംഗിളിലേക്ക് മാറ്റുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് ഞാനൊരു വേറൊരു ആംഗിളിലാണ്. നമ്മൾ ഭാരതീയർ അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ഹിന്ദുസ് ഏത് രീതിയിലാണ് വസ്ത്രം ധരിക്കുന്നത് നമുക്കറിയാം. അവർ ഭാരതീയ സംസ്കാരം അനുസരിച്ച് വളരെ മാന്യമായ രീതിയിലാണ് വസ്ത്രം ധരിക്കുന്നത്. പക്ഷേ നമ്മളതൊരു ഗെയിംസിലേക്ക് പോകുമ്പോഴേക്കും നമ്മൾ
നമ്മൾ ഭാരതീയ സംസ്കാരം വിട്ട് ഒരു യൂറോപ്യൻ കൾച്ചറിലേക്കാണ് പോകുന്നത്. നമ്മൾ പൊതുവേ യൂസ് ചെയ്യാത്ത ഡ്രസ്സാണ് അവിടെ യൂസ് ചെയ്യുന്നത്. പക്ഷെ അത് ആ ഗെയിമിൻ്റെ ഭാഗമാണെന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ എനിക്ക് അത് തിരുത്തുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ലക്ഷ്യം. കാരണം ഒരിക്കലും ഒരു ഗെയിമിന് ഇന്ന ഡ്രസ് കോഡ് എന്ന് പറയുന്ന ഒരു ഡ്രസ് കോഡില്ല. നമ്മൾ എന്താണോ ഇടുന്നത് അതാണ് ആ ഗെയിമിൻ്റെ ഡ്രസ് കോഡ്. അതാണ് അത്തരത്തിലുള്ള ഈ വെല്ലുവിളികളെയൊക്കെ നേരിട്ട് ഇവിടെ വരെ എത്തി നിൽക്കുമ്പോൾ ഇന്നിപ്പോൾ ദേശീയ ബാലികാ ദിനം കൂടിയാണ് മത്സ്യ. അതുകൊണ്ട് ഈ ദിനത്തിൽ തീർച്ചയായും പെൺകുട്ടികളോട് ഒരു സന്ദേശം എന്ന രീതിയിൽ എന്തെങ്കിലും പറയാൻ ഏറ്റവും അനുയോജ്യമായ വ്യക്തി കൂടിയാണ് മത്സ്യ. എന്താണ് പറയാനുള്ളത്? ആസ് എ ഹ്യൂമൻ ബീങ് നമ്മൾ മനുഷ്യരെന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈക്വലാണ് സൊസൈറ്റിയിൽ. അത് ആണായാലും പെണ്ണായാലും ഈ ഒരു സൊസൈറ്റിയിൽ എല്ലാവരും ഈക്വലാണ്. അപ്പോൾ ആൺകുട്ടികൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ പെൺകുട്ടികൾക്കും സാധ്യമായ കാര്യമാണ്. അപ്പോൾ എല്ലാ പെൺകുട്ടികളും അവരുടെ ചിറക് വിടർത്തി പറന്നുയരുക. തീർച്ചയായും ലോകത്തിൻ്റെ കൊടുമുടികൾ തന്നെ പെൺകുട്ടികൾക്ക് തീർച്ചയായിട്ടും കീഴടക്കാൻ പറ്റും. സോ എല്ലാവരും അവരുടെ 100% കൊടുക്കുക, സ്വപ്നങ്ങൾ കാണുക, അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. ഇപ്പോൾ തന്നെ വലിയ പ്രചോദനമാണ് മത്സ്യ എല്ലാ പെൺകുട്ടികൾക്കും. അതുകൊണ്ട് തന്നെ മത്സ്യ പറയുന്നതും തീർച്ചയായും അത് അതേ അർത്ഥത്തിൽ തന്നെ പെൺകുട്ടികൾ ഉൾക്കൊള്ളുകയും ചെയ്യണം. അങ്ങനെ ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഒളിമ്പിക് സ്വപ്നമാണ് ഇപ്പോൾ മത്സ്യയ്ക്ക് ബാക്കിയുള്ളത്. അതുകൂടി നേടാൻ കഴിയട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. വളരെ നന്ദി മത്സ്യ 24 സ്ത്രീയിൽ പങ്കെടുത്തതിന്. താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ് മീ ഫോർ ദിസ് പ്രോഗ്രാം. ഇന്നത്തെ 24 സ്ത്രീ ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും മറ്റ് അതിഥികളുമായി നാളെ കാണാം. നമസ്കാരം. You are watching 24 from News Headquarters, Kochi.